ഡേയ് ഡിസ്ക്ലൈമർ മൊത്തം വായിച്ചിട്ട് ബാക്കി വീഡിയോ കാണണേ. ഇന്നത്തെ നമ്മുടെ അതിഥി എന്ന് പറയുന്നത് തിയേറ്ററുകളിൽ വമ്പൻ ഹിറ്റായ ജനങ്ങൾ ആർത്തുല്ലസിച്ച് കണ്ട ലിയോ അഥവാ അണ്ണന്റെ ജീവിതം. ഇനി കഥയിലേക്ക് കിടക്കാം. കാം ബോലോ സാബ്. നമ്മുടെ അണ്ണന്റെ നാട്ടിൽ ഒരു ചെറിയ പ്രശ്നം. ഏതോ ഒരു മൈന അല്ല ഹൈന അണ്ണന്റെ നാട്ടിലെ ജനങ്ങളെ ആക്രമിക്കുന്നു. എന്നിട്ട് നമ്മുടെ അണ്ണൻ അതിസാഹസികമായി ഹൈനയെ വീട്ടുന്നു. നമ്മുടെ അണ്ണന് 2 മക്കളും ഒരു ഭാര്യയുമുണ്ട്. ഒരു ദിവസം ഒരു ആർത്തിപ്പണ്ടാരം അണ്ണന്റെ കടയിൽ വരുന്നു. ആ ചങ്ങായി ചോക്ലേറ്റ് കോഫി ആവശ്യപ്പെടുന്നു. മാത്രല്ല ചോക്ലേറ്റ് കോഫിക്കൊപ്പം വേറെ ഒരു ചോക്ലേറ്റ് കൂടെ ആഗ്രഹിക്കുന്നു. ആ ചോക്ലേറ്റ് കടിക്കാൻ നോക്കിയപ്പോ നമ്മുടെ അണ്ണൻ ഇഷ്ടമില്ല. നമ്മുടെ അണ്ണൻ ചോക്ലേറ്റ് കോഫിയുടെ ജാർ ഉപയോഗിച്ച് തലക്കരാറ്റടി. പിന്നെ അവന്റെ ആൾക്കാർ വന്ന് അണ്ണനെ ആക്രമിക്കാൻ നോക്കുന്നു. എന്നിട്ട് അണ്ണൻ അവരെ വെടിവെച്ച് വീഴ്ത്തുന്നു. പിന്നെ അത് കേസായി. പക്ഷെ നമ്മുടെ അണ്ണനെ കോടതി വിടുന്നു. കാരണം നമ്മുടെ അണ്ണൻ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയാണ് അവരെ കൊന്നത്. പക്ഷെ ചിലർ ഈ കേസ് വഴി അണ്ണനെ പറ്റി അറിയുന്നു. ശേഷം ആ ചിലർ കുറെ വണ്ടികളുമായി അണ്ണനെ കാണാൻ വരുന്നു. അവർ പറഞ്ഞു നമ്മുടെ അണ്ണൻ ഒരു ഗുണ്ടയാണെന്നും മുമ്പ് ഒരു മഹാ തെണ്ടിയാണെന്ന് പോലും. ഇങ്ങനെയൊന്നും പറയരുതിട്ട്. എങ്ങനെ ആ തെണ്ടിയുടെ പേരാണ് ലിയോ. എന്നാൽ നമ്മുടെ അണ്ണൻ ലിയോ അല്ല എന്നാണ് അണ്ണൻ പറയുന്നത്. ലിയോയുടെ തന്തയുടെ പേരാണ് ആന്റണി ദാസ്. ലിയോയുടെ ഏട്ടന്റെ പേരാണ് ഹെറോൾഡ് ദാസ്. ആന്റണി നമ്മുടെ അണ്ണൻ ലിയോ ആണെന്ന് സമ്മതിക്കാൻ ഒരേ നിർബന്ധം പിടിക്കലാണ്. പിന്നെ നമ്മുടെ ലിയോയുടെ ഫ്ലാഷ് അത് മുഴുവൻ അടി പിടി. പിന്നെ ലിയോയുടെ അനിയത്തി ചാവുന്നു. അതും ഹെറോൾഡ് കൊല്ലുന്നു. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. അതാണ് അനിയത്തി എലിസ ദാസ്. ആന്റണി ലിയോ ആണെന്ന് സമ്മതിക്കാൻ വേണ്ടി നമ്മുടെ അണ്ണന്റെ മകനെ തട്ടിക്കൊണ്ടു പോകുന്നു. അപ്പോൾ നമ്മൾ ഒരു ഗെയിമിന്റെ ലോകത്തേക്ക് പോകുന്നു. ശേഷം ഒരു വമ്പൻ ട്വിസ്റ്റ്. നമ്മുടെ അണ്ണൻ തന്നെയാണ് ലിയോ. നിന്നോടൊരു 16 പ്രാവശ്യം ചോദിച്ചതല്ലേ ലിയോ ആണോ ലിയോ ആണോ? ലിയോ എന്നല്ലേ ചോദിച്ചത്, അക്ഷരമൊന്നും മാറിയിട്ടില്ലല്ലോ. അവിടെ വെച്ച് നമ്മുടെ അണ്ണൻ ആന്റണിയെ തട്ടുന്നു. പിന്നെ ദാസിന്റെ ഗോഡൌണിൽ വെച്ച് അണ്ണൻ എല്ലാവരെയും അടിച്ച് മകനെ രക്ഷിക്കുന്നു. ഹെറോൾഡിനെയും തട്ടി. ഓൾ ആർ ഹാപ്പി. ബട്ട് അവസാനം ഏജന്റ് വിക്രം ഫോണിൽ അണ്ണനെ വിളിച്ചു. ഇത്രയുള്ളൂ സിനിമ. നമ്മുടെ ആദ്യത്തെ ഹൈനയുമായുള്ള ഫൈറ്റിൽ മുതുകത്ത് മുറിയുന്നു. പിന്നെ അറിഞ്ഞുകൊണ്ട് മുതുക് മുറിക്കുന്നു. അണ്ണന് മുതുകിനോട് എന്തോ വെറുപ്പുണ്ടെന്ന് തോന്നുന്നു. എന്നാൽ അണ്ണന് വെറുപ്പ് പോകുന്ന ഒരു സംഭവമുണ്ട്. மௌனராகம் படத்துல எல்லாம் சொல்லுவாங்களே, கம்பளி பூச்சி ஓடுற மாதிரி இருக்கும். ഈ സിനിമയിൽ ആരാധകരെ ആഹ്ലാദിപ്പിച്ച ആഹ്ലാദകരമായ ഒരു സീനുണ്ട്. യെസ്, ദാറ്റ് ഗെയിമിംഗ് സീൻ. ഈ ശരിക്ക് ഡാൻസ് ഒക്കെ കളിക്കാൻ പറ്റുന്നവര് കളിച്ചാ പോരെ? വെറുതെ എന്തിനാ ഇയാളെന്ത് തേങ്ങയായി കാണിക്കുന്നേ? പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. ₹25 ബൈക്ക്, 30 രൂപയ്ക്ക് ഐഫോൺ, 50 രൂപയ്ക്ക് കാർ, പിന്നെ കൈ നിറയെ പണം. ഇതൊക്കെ എങ്ങനെയാണെന്നല്ലേ ആലോചിക്കുന്നത്. പക്ഷേ ജംഗ്ലി റമ്മി ഉള്ളപ്പോൾ ഇതെല്ലാം ഈസി ആയിട്ട് നടക്കും. ജംഗ്ലി റമ്മിയിൽ ടൂർണമെന്റ്സ് ട്രൈ ചെയ്യും. ഇവിടെ എൻട്രി ഫീസ് ഇത്രയേ ഉള്ളൂ. റിവാർഡ്സോ
അത്രയും. ഉടൻ തന്നെ junglyrummy.com പോയി ആപ്പ് ഡൗൺലോഡ് ചെയ്യും. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ ചെറിയ പടം ഇതാണ്. അടുത്ത ഒരു വലിയ പടവുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ.